Good morning. Good morning. കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്? എവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഓർക്കുന്നോ? എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? അല്ലേ? ഓക്കെ. അപ്പൊ അതിൽ എത്ര സ്റ്റെപ്പ് പറഞ്ഞു നമ്മള്? ഏതൊക്കെ സ്റ്റേജസാ പറഞ്ഞേ? പ്ലാനിങ് പറഞ്ഞിരുന്നു, കോച്ചിങ് പറഞ്ഞു അല്ലേ? അത് രണ്ടും കംപ്ലീറ്റ് അല്ലേ? പ്ലാനിങ് ആൻഡ് കോച്ചിങ് കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ അത് ഇനി പറയണോ? ഓക്കെയാണോ അത് രണ്ടും? വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മള് പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. ഡിഫൈനിങ് സ്റ്റേജ്, ഫീഡ്ബാക്ക് സ്റ്റേജ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത് അല്ലെ? അപ്പൊ ഡിഫൈനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? HR മാനേജ്മെന്റ് ആ ജോബ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുന്നു, അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കുന്നു, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുന്നു, അതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെട്രിക്സ് അല്ലെങ്കിൽ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് സെറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അതുപോലെ തന്നെ ആ പ്ലാനിങ് സ്റ്റേജിന്റെ ഒരു ഫീഡ്ബാക്ക് സ്റ്റേജ് കൂടിയുണ്ട്. അതിൽ എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു? ആ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരിൽ നിന്ന്, അവരാണ് ആ ജോലി ചെയ്യേണ്ട ആളുകൾ അല്ലെ? അപ്പൊ അവരിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് കൂടി എടുത്തിട്ട് അത് കുറച്ചും കൂടി കാര്യക്ഷമമാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തത് അപ്രൂവൽ സ്റ്റേജ് ആണ്. അതായത് മാനേജ്മെന്റിനും എംപ്ലോയീസിനും രണ്ടു കൂട്ടർക്കും ഇത് ഓക്കെ ആണെങ്കിൽ അവിടെ അപ്രൂവൽ നടത്താണ് അല്ലെ? അവിടെ ആ ഒരു ഗോളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹകരണത്തോടു കൂടിയുള്ള ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അവർ രണ്ടു കൂട്ടരും എന്ത് ചെയ്യുന്നത്? അപ്രൂവൽ അല്ലെങ്കിൽ സമ്മതം കൊടുക്കുന്നു. അത് പിന്നെ ആ ഒരു സ്റ്റേജ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇനി കോച്ചിങ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള മീറ്റിംഗ്സ്, റെഗുലർ ആയിട്ടുള്ള ഒരു റെഗുലർ ബേസിസിൽ വളരെ സമയബന്ധിതമായിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുക, ആവശ്യമായ ട്രെയിനിങ്ങും കോച്ചിങ്ങും കാര്യങ്ങളും കൊടുക്കുക, കൃത്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. അതൊരിക്കലും അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മോശമായ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു എന്താണ് പ്യൂണിറ്റീവ് മെഷേഴ്സ് അല്ലെ, ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതാവരുത്. മറിച്ച് എന്തിലായിരിക്കണം കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്? അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ അത് സൊല്യൂഷൻ കണ്ടെത്താനും കോച്ചിങ് കാര്യങ്ങൾക്കുള്ള ഒരു അവസരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകളായിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ കൊടുത്ത് അവരെ നെഗറ്റീവ് ആക്കാതെ മാക്സിമം അവർക്ക് നല്ല രീതിയിലുള്ള പരിശീലനങ്ങളും കാര്യങ്ങളും കൊടുത്ത് അവരുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇനി മൂന്നാമത്തത് അതിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, അവിടെയും നമ്മൾ ഫീഡ്ബാക്കുകൾ രണ്ടു കൂട്ടരുടെയും കീഴുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ഫീഡ്ബാക്കുകൾ എടുക്കുന്നുണ്ട്. മാനേജ്മെന്റിനും അതുപോലെ തന്നെ എംപ്ലോയീസിനും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നല്ല നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുകയും ഇംപ്രൂവ് ചെയ്ത് വരാനുള്ള ഒരു അവസരവും ഇവിടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ റീവിസിറ്റ് ഒബ്ജക്റ്റീവ് ആസ് നെസസറി എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സിലേക്ക് ഒരു തിരിഞ്ഞു നോക്കാം അല്ലെ? ഒരു തിരിച്ചു നോക്കാണ്. അതായത് ഇത് ഓക്കെ ആണോ? നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ ക്ലിയർ ആണോ? അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ മാറ്റങ്ങൾ റിവിസിറ്റ് ചെയ്ത് നമുക്ക് ആ മാറ്റങ്ങൾ കറക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്താവുന്നതാണ്. അപ്പൊ അത്തരത്തില് ആ ഒരു ഓവറോൾ പെർഫോമൻസ് എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിലയിരുത്താനും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ആ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു വഴികള് എളുപ്പമാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ രണ്ട് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? പ്ലാനിങ്ങും കോച്ചിങ്ങും. അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ശരി. തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാണ് റിവ്യൂവിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവലോകനം നടത്തുക അല്ലെ? അതില് ഫസ്റ്റ് വണ്ണാണ് റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസ്. അപ്പോ ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് അവലോകനം ചെയ്യാൻ പോകുന്നത്?
എന്തായിരിക്കും? അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്തു, നല്ല കോച്ചിങ് കൊടുത്തു, അല്ലെ? ഇത്തരത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്ത് അവരുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്തി നൽകി. അപ്പോ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വർഷവും അവരുടെ പെർഫോമൻസ് എത്രത്തോളം എംപ്ലോയീസ് ചെയ്യുന്നുണ്ട് എന്ന് അവലോകനം ചെയ്യേണ്ട, അല്ലെങ്കിൽ വിലയിരുത്തണ്ടേ? എന്നാലല്ലേ മനസ്സിലാവുള്ളൂ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, ഈ കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തതിന് ഒരു എഫക്റ്റീവ് ആയിട്ട് അവർ പെർഫോം ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കണോ? വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവ്യൂവിങ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ റിവ്യൂ എന്ന് പറഞ്ഞാൽ റിവ്യൂവിങ് എംപ്ലോയി പെർഫോമൻസ്. എംപ്ലോയിന്റെ പെർഫോമൻസ്, പ്രകടനം എത്രത്തോളം ഉണ്ട്, ജീവനക്കാരുടെ പ്രകടനം എത്രത്തോളം ഉണ്ടെന്ന് അവലോകനം ചെയ്യുകയാണ് റിവ്യൂവിലെ ഒന്നാമത്തെ. നോക്കിയേ, at the end of the yearly performance management cycle, there should be an employee review, which is occasionally referred to as performance appraisal. എന്താണ് നമ്മൾ ഇതിനെ പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ എന്നൊരു ടേം കൊണ്ടാണ് നമ്മൾ ഇതിനെ സൂചിപ്പിക്കുക. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇയർലി പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ, ഒരു വർഷത്തിൽ ഇപ്പൊ എപ്പോഴും ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാർഷികമായിട്ട് ചെയ്യുന്ന, ഓരോ വർഷവും ആ എംപ്ലോയീസ് എന്തൊക്കെ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു അത് നമ്മൾ വിലയിരുത്തുന്ന അല്ലെങ്കിൽ അവലോകനം ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ മാസം അല്ല നമ്മൾ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ നടത്തുക, ഒരു വർഷത്തിൽ ഒരിക്കൽ. ആ കഴിഞ്ഞ വർഷം, അതായത് ഈ കഴിഞ്ഞു പോയ ആ ഒരു വർഷം അവർ എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു, അവരുടെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട്, അത് നമ്മൾ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. Then generally these are held once a year. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, ചോദിക്കാറുണ്ട്. ജനറലി നമ്മൾ ഇനി ഇതിന്റെ ഡിഫറൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓൾറെഡി ഇതൊക്കെ വരും, ഈ പോയിന്റ്സും കടന്നു വരും. അപ്പൊ നോക്കിയേ, ജനറലി ദീസ് ആർ ഹെൽഡ് വൺസ് എ ഇയർ. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുക. To look at how well the employee performed during the time frame. എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? അപ്പോ എന്തിനു വേണ്ടിയാ? ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ, ആ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷക്കാലം, അല്ലെ? ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു വർഷക്കാലം എംപ്ലോയീസ് എത്ര നന്നായിട്ട് പെർഫോം ചെയ്യും, അല്ലെ? അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയല്ലേ, അല്ലെങ്കിൽ അത് നോക്കി കാണുന്നതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഒരു വർഷത്തിൽ ഒരിക്കൽ ആ ഒരു പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് വെക്കുന്നത്, അല്ലേ? എന്തായാലും അത് നിർബന്ധമായിട്ട് വെക്കേണ്ട കാര്യമല്ലേ? എംപ്ലോയീസിന്റെ പെർഫോമൻസ് നോക്കണ്ടേ നമ്മള്? വേണം, അല്ലെ? അപ്പൊ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവർക്ക് പെർഫോമൻസ് നന്നായിട്ട് കാഴ്ചവെക്കാൻ പറ്റാത്തതിന്റെ ആ ഒരു കാരണം എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിലോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിലോ ഒക്കെ നമ്മൾ ആ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ ആ ഒരു പെർഫോമൻസ് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, there should be a clear record from previous check-ins to show the employees' progress throughout the year. അപ്പൊ ഇവിടെ ചെക്ക്-ഇൻസ് എന്ന് പറഞ്ഞാല് മീറ്റിങ്ങുകളാണ്. അതായത് മാനേജർ, എംപ്ലോയീസ് മുതലായവരുടെ വർക്ക് ലോഡുമായി ബന്ധപ്പെട്ട്, അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട്, അവരുടെ ചലഞ്ചസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഇൻഫർമേഷൻസും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ് ചെക്ക്-ഇൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവർ പ്രീവിയസ്ലി ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു മാസത്തിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു വർഷത്തില് ക്വാർട്ടർലി ആയിട്ട് ഒരു വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് മീറ്റിങ്ങുകൾ പതിവായിട്ട് കണ്ടക്ട് ചെയ്യണം നമ്മൾ പഠിച്ചില്ലേ? ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പഠിച്ചോ? കോച്ചിങ്ങില് പഠിച്ചില്ലായിരുന്നോ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണം എന്നുള്ളത്? സോ അത്തരത്തില് ഓരോ മീറ്റിങ്ങുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രീവിയസ് മീറ്റിംഗ്സിൽ അവർ എന്തൊക്കെയാണോ അവരുടെ എംപ്ലോയീസിന്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, ഓരോ മീറ്റിംഗിലും അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അത് നമ്മൾ സോൾവ് ചെയ്തോ, അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കാര്യങ്ങളും ചെയ്തോ. അപ്പൊ അത്തരത്തില് നമ്മൾ ഓരോ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുമ്പോഴും മുൻപുണ്ടായിരുന്ന മീറ്റിംഗ്സിൽ നിന്നും അവരുടെ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്താൽ അതും പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ എത്രത്തോളം പുരോഗതി അവർക്ക് ഓരോ മീറ്റിംഗ്സ് കഴിയുമ്പോഴും ഉണ്ടായിട്ടുണ്ട് അതറിയാൻ വേണ്ടിയിട്ടാണ്. Then the monthly check-ins are to assist the employees with problem solving. അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ ഓരോ മാസവും നടക്കുന്ന ഇത്തരത്തിലുള്ള മീറ്റിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞില്ലേ? അല്ലാതെ അവരുടെ എന്താണ് വളരെ മോശമായ പെർഫോമൻസ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കാനും അല്ല കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ? ഇതൊക്കെ ഓർക്കുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യ. അപ്പൊ ഇവിടെയും
എന്താണ് മന്ത്ലിയിലുള്ള ഇങ്ങനത്തെയുള്ള ചെക്കിങ്സ് അല്ലെങ്കിൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് പറയാനും അത് സോൾവ് ചെയ്യാനുമായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ അഡ്ജസ്റ്റിംഗ് ഗോൾസ് ആൻഡ് അതർ ഫ്യൂച്ചർ ലുക്കിംഗ് ടാസ്ക് എന്താ അവരുടെ ഭാവിയിലേക്കുള്ള അവരുടെ നിലവിലുള്ള ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങള് എന്തെങ്കിലും മാറ്റങ്ങളോ കറക്ഷൻസോ വരുത്തണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ ലുക്കിംഗ് ടാസ്കുകൾ അല്ലെ ഭാവിയിലേക്ക് അവർ ചെയ്യാനിരിക്കുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ് അതിലെന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സോ നടത്തണമെങ്കിൽ അതും ചെയ്യാനായിട്ട് സാധിക്കും. ദ ഓൺലി ബാക്ക്വേർഡ് ലുക്കിംഗ് പ്രോസസ് അത് ചോദിക്കാറുണ്ട് കേട്ടോ. ദ ഓൺലി ബാക്ക്വേർഡ് ലുക്കിംഗ് പ്രോസസ് ഈസ് ദ പെർഫോമൻസ് റിവ്യൂ ടു അസസ് ദ ബിഹേവിയർ ഓഫ് ദ പ്രീവിയസ് ഇയർ. അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞതില് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് അതായത് ഒരു ബാക്ക്വേർഡ് ലുക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ശരിക്കും എന്ത് തന്നെയാണ്? ഈ ഒരു പെർഫോമൻസ് റിവ്യൂ തന്നെയാണ് അല്ലെ. ഒരു വർഷത്തെ മുഴുവനുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ആ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് നോക്കുന്നില്ലേ? ഉണ്ടോ? ടു അസസ് ദ ബിഹേവിയർ ഓഫ് ദ പ്രീവിയസ് ഇയർ ആ ഒരു മുൻ വർഷം ആ ഒരു എംപ്ലോയിയുടെ ബിഹേവിയർ എന്തായിരുന്നു, അവരെങ്ങനെയാണ് പെർഫോം ചെയ്തിരുന്നത്, ആ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ആ ഒരു പെർഫോമൻസ് റിവ്യൂവിലൂടെ ബാക്ക്വേർഡ് ലുക്കിംഗ് പ്രോസസ് ആയിട്ട് അല്ലെ തിരിഞ്ഞു നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കുന്നു. അപ്പൊ റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ അവലോകനം ചെയ്യുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വർഷം അതായത് ഇയർലി പെർഫോമൻസ് മാനേജ്മെന്റ് റിവ്യൂ ഓരോ വർഷത്തിലെയും ആ പെർഫോമൻസ് മാനേജ്മെന്റ് സൗണ്ട് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. ഷാഹിന ചിലപ്പോ എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിന്ന് നോക്കേ. ഓക്കെ, അപ്പൊ നോക്കിയേ, റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇയർലി പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ. അപ്പൊ ഈ ഒരു മാനേജ്മെന്റ് സൈക്കിളിന്റെ ഇയർലി ഓരോ വർഷാവസാനമാവുമ്പോൾ നമ്മുടെ എംപ്ലോയീസിന്റെ റിവ്യൂ ചെയ്യും, അവലോകനം നടത്തും. അതായത് വളരെ ഒക്കേഷണലി അതായത് വൺസ് ഇയർ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ആ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. അതാണ് ഇവിടെ പെർഫോമൻസ് അപ്രൈസൽ എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ ടേം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അത് ഇനി നമ്മൾ പറയുന്നുണ്ട്. ദെൻ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ എപ്പോഴാ ചെയ്യുന്നത്? എല്ലാ മാസവും ചെയ്യുന്നുണ്ടോ? അതും മനസ്സിലാക്കി വെക്കണേ. എപ്പോഴും ചെയ്യുന്നുണ്ടോ പെർഫോമൻസ് അപ്രൈസൽ? ഇല്ല, വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെ. ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷത്തെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് അത് തീരാറാവുന്ന ആ ഇയർലി എൻഡിലായിരിക്കും നമ്മൾ സാധാരണ പെർഫോമൻസ് അപ്രൈസൽ നടത്തുക അല്ലെ. കാരണം ആ ഒരു ഗോൾ സെറ്റ് ചെയ്യും. നമ്മൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ, ശരിയല്ലേ? പ്ലാനിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ മുതൽ ആ എംപ്ലോയിയുടെ പെർഫോമൻസ് നോക്കിയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല അല്ലെ. ആ എംപ്ലോയീസിന്റെ ആ ഒരു ട്രെയിനിങ്, അവർക്കുള്ള കോച്ചിങ് കാര്യങ്ങളൊക്കെ നടത്തി അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു, അവർ ഗോൾ അറ്റൈൻ ചെയ്തോ, അവർക്ക് ആ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചോ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ലാസ്റ്റിൽ അവർ പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുമ്പോഴല്ലേ കിട്ടുക അല്ലെ. അപ്പോഴല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അതായത് ആ പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളിന്റെ എൻഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ ചെയ്ത് നോക്കുന്നത്. അപ്പൊ അവിടെ ഇതിലൂടെ ആ ഒരു വർഷക്കാലം ആ ഒരു കൃത്യമായിട്ടുള്ള ടൈം പീരീഡിനുള്ളിൽ എംപ്ലോയീസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബാക്ക്വേർഡ് ലുക്കിംഗ് പ്രോസസ് ആണെന്ന് പറയാൻ പറ്റും. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ഓരോരോ മാസത്തിലും നമ്മൾ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിനെയാണ് ചെക്കിങ്സ് എന്ന് പറയുന്നത്. ഈ മാനേജേഴ്സും എംപ്ലോയീസും അവരുടെ വർക്ക് ലോഡുകള്, അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പ്രോബ്ലംസ് മുതലായവയൊക്കെ ഈ മീറ്റിംഗിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഓരോ മീറ്റിംഗിലും അവർ എന്തൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്തു, അതിൽ അവരുടെ ഗോൾസുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ടോ, ഫ്യൂച്ചർ ടാസ്കുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എന്താണ് കറക്ഷൻസ് നടത്തിയിട്ടുണ്ടോ, അതൊക്കെ വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കോച്ചിങ്ങോ ട്രെയിനിങ്ങോ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടോ, അതിനനുസരിച്ച് ഓരോ മീറ്റിംഗ് കഴിയുമ്പോൾ അവരുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുമ്പോൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പരിശോധിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു എംപ്ലോയി ആ ഒരു വർഷക്കാലം എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു, അവര് ഗോൾസ് എല്ലാം കൊടുത്ത ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചോ, അവര് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തോ, ഇതൊക്കെ നമുക്ക് ആ ഒരു വർഷത്തെ ആ ഒരു ടൈം പീരീഡിനുള്ളിലുള്ള പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യാണ് വിലയിരുത്തുകയാണ് ചെയ്യുന്നത്.
മനസ്സിലായോ? റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസ് സെറ്റ് ആണോ? നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് റിവ്യൂവിംഗ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. എന്താണ് അവിടെ പെർഫോമൻസ്? ഇപ്പൊ നമ്മൾ ഓൾറെഡി എംപ്ലോയിയുടെ പെർഫോമൻസ് നോക്കി. ഇനി റിവ്യൂവിംഗ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്, ഈ ഒരു പ്രോസസ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയല്ലോ, ആ പ്രോസസ്സിനെ അവലോകനം ചെയ്യുന്നതാണ് റിവ്യൂവിംഗ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അതായത് during this stage to see how well the performance management process work, it is important for both management and employees to look over the previous year. ഇവിടെ നമ്മൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഒരു വർഷക്കാലം നമ്മൾ ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോയില്ലേ? പ്ലാനിങ് കഴിഞ്ഞു, കോച്ചിങ് കഴിഞ്ഞു, ഇല്ലേ? ആ ഒരു വർഷക്കാലം നമ്മൾ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അത് എങ്ങനെയായിരുന്നു? ആ ഒരു പ്രോസസ്സ് നല്ലതായിരുന്നു? അവർ ചെയ്യുന്ന കാര്യങ്ങളും സെറ്റ് ചെയ്ത ഗോൾസും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആയിരുന്നു? ആ ഒരു മാനേജ്മെന്റ് പ്രോസസ് എങ്ങനെ വർക്ക് ചെയ്തു? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മാനേജ്മെന്റിനും എംപ്ലോയീസിനും ആ ഒരു പ്രീവിയസ് ഇയറിൽ എങ്ങനെയായിരുന്നു ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് നമ്മൾ തിരികെ നോക്കി കാണുന്നതാണ് റിവ്യൂവിംഗ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അവിടെ ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ്, അതായത് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കാം നോക്കിയേ? വാട്ട് ട്രെയിനിങ് വുഡ് ഹെൽപ് ദ എംപ്ലോയി പെർഫോം ബെറ്റർ, അല്ലേ? ആ ഒരു വർഷക്കാലത്തെ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്താണ്. ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് നോക്കുന്നത് കേട്ടോ. ആ പ്രക്രിയ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് നോക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, വാട്ട് ട്രെയിനിങ് വുഡ് ഹെൽപ് ദ എംപ്ലോയി പെർഫോം ബെറ്റർ. ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് എംപ്ലോയീസിനെ വളരെ ബെറ്റർ ആയിട്ട്, മികച്ചതായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സഹായിച്ചത്? നോക്കാലോ. മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റുമോ? പറ്റില്ലേ? കാരണം അവിടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് പിന്നെയും അവലോകനം ചെയ്യാലോ ഏത് പ്രോസസ് അല്ലെങ്കിൽ ഏത് ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് എംപ്ലോയീസിനെ നല്ല ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ സഹായിച്ചത്. അതിനൊരു ആൻസർ നമുക്ക് കിട്ടില്ലേ? കിട്ടുമോ? ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. രണ്ടാമത്തത്, ഹൗ ഡിഡ് മാനേജ്മെന്റ് ഫീഡ്ബാക്ക് ഹെൽപ്, ഇഫ് നോട്ട് വൈ? എന്താ? മാനേജ്മെന്റ് ഫീഡ്ബാക്ക്, ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം നമ്മൾ പറഞ്ഞു ഇല്ലേ? എംപ്ലോയീസിന്റെ പെർഫോമൻസിനനുസരിച്ച് മാനേജ്മെന്റ് കൃത്യമായ ഫീഡ്ബാക്കുകൾ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? ഹോണസ്റ്റ് ആയിട്ട്. അങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ ഹെൽപ്പ് ചെയ്തോ? അവരുടെ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്തോ? ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട്? അതിന് ആൻസർ കിട്ടുമല്ലോ. കിട്ടില്ലേ? സ്വാഭാവികമായിട്ടും എന്താണ്, ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല അല്ലെ? ഫീഡ്ബാക്ക് കൊടുക്കും, നമുക്ക് അതിനനുസരിച്ച് എംപ്ലോയീസിന് ഇംപ്രൂവ്മെന്റ്സ് വരുത്താനുള്ള സഹായിക്കുകയും ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യാതെ ഇരിക്കുന്നതിന്റെ റീസൺ? ക്ലിയർ ആണോ? രണ്ടാമത്തെ മനസ്സിലായോ? മൂന്നാമത്തത്, വേർ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് മെറ്റ്, ഇഫ് നോട്ട് വൈ? എന്താ? വ്യക്തിപരമായിട്ടുള്ളതാവാം, ആ ഓർഗനൈസേഷൻ പരമായിട്ടുള്ള ലക്ഷ്യങ്ങളെല്ലാം അവർക്ക് നിറവേറ്റാൻ സാധിച്ചോ? അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ലക്ഷ്യങ്ങളും കാര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ളതോ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് സാധിച്ചോ? അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ സാധിച്ചോ? സാധിച്ചിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട്? അതിന്റെ കാരണം. അതുപോലെ തന്നെ, ഹൗ കുഡ് ദ പ്രോസസ് ബി മെയ്ഡ് ബെറ്റർ? എന്തൊക്കെ കാര്യങ്ങളിലൂടെ ഈ പ്രക്രിയ ബെറ്റർ ആക്കി കൊണ്ടുവരാം, കുറച്ചും കൂടി മികച്ചതാകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? Then what challenges did the employee face? എന്താ? എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ ഒരു പ്രോസസ്സിൽ ഈ എംപ്ലോയീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്? അതുപോലെ തന്നെ, was the time spent on this process effective? ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എഫക്റ്റീവ് ആയിരുന്നു, ഫലപ്രദമായിരുന്നു? ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരു ആൻസർ നമുക്ക് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് റിവ്യൂ ചെയ്യുമ്പോൾ കിട്ടണം. അപ്പൊ ഇതിന്റെ ആൻസറിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് മികച്ചതായിരുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് കാഴ്ചകൾ പറ്റിയത്, അപ്പൊ അവിടെയൊക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള നെക്സ്റ്റ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? റിവ്യൂയിങ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് എന്താണുള്ളത്? മനസ്സിലായോ? ഇനി
റിവ്യൂവിംഗ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ. ഇതിൽ തന്നെ വരുന്ന തേർഡ് വൺ ആണ് റിവ്യൂവിംഗ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ. നോക്കിയേ, ഓഫ് കോഴ്സ് വൺ ഓഫ് ദ കീ ക്വസ്റ്റ്യൻ ടു ആൻസർ ഈസ് ഡിഡ് ദ എംപ്ലോയി റീച്ച് ദെയർ ഗോൾസ്, അല്ലെ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അടുത്തതായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എംപ്ലോയീസ് അവരുടെ ഗോൾസ് എല്ലാം അവര് റീച്ച് ചെയ്തു, അല്ലെ? ആ ഗോൾസിലേക്ക് അവർ എത്തിപ്പെട്ടോ, അവരത് പൂർത്തിയാക്കിയോ, ആ ഗോൾസ് അവർ നേടിയെടുത്തോ, അല്ലെ? അത് ശരിക്കും ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ എൻഡിൽ നമ്മൾ നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അല്ലെ? നമ്മൾ ഓൾറെഡി പ്ലാനിങ്ങിൽ നമ്മൾ ഗോളും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ലാസ്റ്റ് എത്തുമ്പോൾ അത് അച്ചീവ് ചെയ്യണമല്ലോ, ചെയ്യണ്ടേ? അപ്പൊ അത്തരത്തിൽ എംപ്ലോയീസ് അവരുടെ ഗോൾസ് കാര്യങ്ങള് നേടിയെടുത്തോ അല്ലെങ്കിൽ നിറവേറ്റിയോ എന്ന് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് നമുക്കൊരു ആൻസർ കിട്ടണം. How efficiently did the employees succeed at the task given to them throughout the year? എത്രത്തോളം വിജയകരമായിട്ട് അവർ ആ ഒരു വർഷം അവർക്ക് കൊടുത്ത ടാസ്കുകൾ എത്രത്തോളം വിജയകരമായിട്ട് അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു, അതും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. And it is crucial to look at both at the smaller and bigger objectives, and this can give a clue to problem areas where training or interventions can be implemented. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഗോളുകള് അവർ അച്ചീവ് ചെയ്തു, ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ ടാസ്കുകൾ അവർക്ക് വളരെ വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കാൻ സാധിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെറിയ ടാസ്കുകളാണെങ്കിലും വലിയ രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണെങ്കിലും ഇതെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, വിലയിരുത്തണം. അപ്പൊ അതിലൂടെ നമുക്ക് എന്തിനുള്ളൊരു ക്ലൂ കിട്ടും എന്ന് പറഞ്ഞേ, എവിടെയൊക്കെയാണ് പ്രോബ്ലം ഏരിയാസ് ഉള്ളത്, അല്ലെ? പ്രോബ്ലം ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഏരിയാസ് എവിടെയൊക്കെയാണുള്ളത്, അതിനനുസരിച്ച് നമുക്ക് കൃത്യമായ പരിശീലനങ്ങള് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇടപെടലുകള് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നടപ്പിലാക്കാനായിട്ട് പറ്റും. ഈ പ്രാവശ്യം പറ്റിയില്ലെങ്കിലും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോ പറ്റും, പറ്റില്ലേ? നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം ഏരിയാസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനും അതിനനുസരിച്ചുള്ള പരിശീലനങ്ങളും കാര്യങ്ങളും കൊടുക്കാനും അത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ മൂന്നാമത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താ, ആ ഗോൾസ് ഓവറോൾ ആയിട്ടുള്ള ഗോൾസിന്റെ പൂർത്തീകരണം ആ എംപ്ലോയീസ് നടത്തിയോ, അവരത് നിറവേറ്റാൻ അവർക്ക് സാധിച്ചോ, അവർക്ക് ആ ഒരു വർഷം കൊടുത്ത എല്ലാ ടാസ്കുകളും വിജയകരമായിട്ട് അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചോ, അവരുടെ സ്മോൾ ആയിട്ടുള്ളതായിക്കോട്ടെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ അതെല്ലാം നല്ല രീതിയിൽ നോക്കി പ്രോബ്ലം ഏരിയാസ് ആയതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ട്രെയിനിങ്ങും മറ്റു ഇന്റർവെൻഷൻസും കാര്യങ്ങളും ഇടപെടലും കാര്യങ്ങളൊക്കെ അവിടെ നടപ്പിലാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് ഗീവ് ആക്ഷണൽ ഫീഡ്ബാക്ക്. നോക്കിയേ, എ കീ പാർട്ട് ഓഫ് ദ റിവ്യൂ ഇസ് ടു ഗീവ് ആൻഡ് റിസീവ് ഫീഡ്ബാക്ക്, അല്ലെ? ഇവിടെയും നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്, രണ്ട് കൂട്ടരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുക്കും, അല്ലെ? എന്താ ഗീവ് ആൻഡ് റിസീവ് ഫീഡ്ബാക്ക്? എന്താണ് മാനേജ്മെന്റ് അവർക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരികെ ഫീഡ്ബാക്ക് ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിന് ഉടനീളം ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഫീഡ്ബാക്കുകൾ എംപ്ലോയീസ് തിരികെ നൽകുന്നുണ്ട്. And management should provide actionable feedback for the employee so that they can identify areas for improvement in their future performance. അല്ലേ? നമ്മൾ ഇപ്പോ ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നു, ഇപ്പൊ ഇനി അവരുടെ പെർഫോമൻസ് കഴിഞ്ഞു പോയി, ശരിയല്ലേ? ആ ഒരു വർഷത്തെ അവരുടെ പെർഫോമൻസ് കഴിഞ്ഞു പോയില്ലേ? ഇനി അവർക്ക് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് എന്തിനാ? ഫ്യൂച്ചർ പെർഫോമൻസ്, അല്ലെ? അവരുടെ ഭാവിയിലേക്കുള്ള പെർഫോമൻസ് മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ശരിയല്ലേ? ഇപ്പൊ ഒരു വർഷം നമ്മൾ ഒരു എക്സാം ഒക്കെ ഇതാണ്, നമ്മൾ ഓരോ വർഷത്തെയും എക്സാം എഴുതുന്നു, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ, അല്ലെ? ഒരു വർഷത്തെ എക്സാം എഴുതുമ്പോ അതിന്റെ മാർക്ക് ഷീറ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് പിന്നെ അത് എഴുതാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? 10th or +2 ഇല്ലാത്ത മിസ് പറയുന്നത്, അല്ലാതെ ഒരു എക്സാം കഴിഞ്ഞ് നമുക്ക് അത് പിന്നെ എഴുതാനുള്ള ഒരു ചാൻസ് ഇല്ല. നമ്മളോട് എന്താ പറയാ ടീച്ചേഴ്സ്, നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ എഴുതിയാൽ മതിട്ടോ പറയാറില്ലേ? ഉണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, +1 ഒക്കെ ആണെങ്കിൽ മാർക്ക് കുറവാണ്, +2 നല്ലതായിട്ട് എക്സാം എഴുതാൻ നമ്മൾ ശ്രമിക്കും, അല്ലെ? അതുപോലെ തന്നെ ഇവിടെ എന്താ, ഒരു വർഷത്തെ അവരുടെ പെർഫോമൻസ് കഴിഞ്ഞു പോയി, അതിനെ കുറിച്ചുള്ള ആക്ഷനബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ മാനേജ്മെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇനി കഴിഞ്ഞു പോയ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഇനി ഭാവിയിലേക്ക് വരാൻ പോകുന്ന പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അത്തരത്തില് ഭാവിയിലേക്ക് ഫ്യൂച്ചറിൽ വരുന്നവരുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഏരിയാസ് ആണ് ഇംപ്രൂവ് ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ഈ ഒരു ആക്ഷണബിൾ ഫീഡ്ബാക്ക് മാനേജ്മെന്റിൽ നിന്നും കിട്ടുന്നത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
Then the employee should also have an opportunity to give feedback on the process and how management can do better on their end. അതുപോലെ തന്നെ മാനേജ്മെന്റ് മാത്രമല്ല ഫീഡ്ബാക്ക് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. എംപ്ലോയീസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്കുകൾ എന്തിനെ പറ്റിയാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്, ആ ഒരു മാനേജ്മെന്റ് പെർഫോമൻസ് മാനേജ്മെന്റ് ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ആ പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഇങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായനെ, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായനെ, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ എംപ്ലോയീസിന്റെ ആ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട് തോന്നുന്ന ഫീഡ്ബാക്കുകൾ എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റിന് കൊടുക്കുന്നു. അങ്ങനെ മാനേജ്മെന്റിന് അവരുടെ ഭാഗത്തു നിന്നും ആ പറയുന്ന ഏരിയാസ് ഒക്കെ ബെറ്റർ ആക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് നൽകുന്നത്. ക്ലിയർ ആണോ? ഗിവിംഗ് ആക്ഷനബിൾ ഫീഡ്ബാക്ക്. മനസ്സിലായോ? ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി ആ ഒരു ഭാഗം, റിവ്യൂവിംഗ് ഒന്ന് വേഗം വായിച്ചു നോക്കി. വായിച്ച് ചെയ്യുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ച് കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? റിവ്യൂവിംഗ് ഓക്കെ ആണോ? ശരി. Then നെക്സ്റ്റ് നാലാമത്തെ സ്റ്റെപ്പ് ആണ് ആക്ഷൻ. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഇത്രയും നേരം പഠിച്ചെന്താ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഒന്നൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണ്ടിട്ട് ഇത് നോക്കാൻ. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ അല്ലെ. അതില് മാനേജ്മെന്റ് സെറ്റ് ചെയ്യുന്നു, അത് എംപ്ലോയീസിന് കൊടുക്കുന്നു, എംപ്ലോയീസ് ആണ് അത് ചെയ്യേണ്ട ആളുകൾ. അപ്പൊ അവരും കൂടി ഒന്ന് നോക്കിയിട്ട് അവരതിന്റെ ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നു. ഇനി അടുത്തത് വരുമ്പോ എന്തായിരുന്നു കോച്ചിങ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് സെറ്റ് ചെയ്ത അത് എന്ത് ചെയ്യുന്നു, ആ ഒരു ആക്ഷൻ പ്ലാനും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ് എങ്കിൽ രണ്ട് കൂട്ടരും അത് അപ്രൂവ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് വരെയാണ് പ്ലാനിങ്ങിൽ പറയുന്നത്. കോച്ചിങ്ങിൽ വരുമ്പോൾ ആ ഒരു പെർഫോമൻസ് നന്നായിട്ട് കാഴ്ചവെക്കുന്നതിന് വേണ്ടി, ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സഹായിക്കുന്നു, അവർക്ക് ആവശ്യമായ കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നു അല്ലെ. അതുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്കുകളും എടുക്കുന്നു. റിവ്യൂവിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു വർഷത്തെ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമ്മൾ വിലയിരുത്തുന്നു പെർഫോമൻസ് അപ്രൈസറിലൂടെ.
അതിലൂടെ അവർക്ക് ബോത്ത് എംപ്ലോയീസിനും മാനേജ്മെന്റും അവരുടെ ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നുണ്ട്, ആ ഗോൾസ് അച്ചീവ് ചെയ്തോ എന്ന് വിലയിരുത്തുന്നുണ്ട്. അതിനനുസരിച്ച് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ്ബാക്ക് കൊടുക്കുന്നു അല്ലേ. ഇപ്പൊ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എംപ്ലോയീസിന്റെ ആയിക്കോട്ടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വിലയിരുത്തിയില്ലേ. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മള്? നന്നായിട്ട് പെർഫോം ചെയ്ത ആളുകളാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിൽ നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്തു, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കോ? നമ്മൾ എന്തിനാ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്? എന്തിനാ നന്നായിട്ട് പെർഫോം ചെയ്യുന്നേ? നമുക്കും ബെനിഫിറ്റ് ഉണ്ടാവാൻ വേണ്ടി തന്നെയല്ലേ, അല്ലെ? ഏതൊരു സ്ഥാപനത്തിലും നമ്മളൊരു സർവീസ് അല്ലല്ലോ ചെയ്യുന്നത്, അല്ല. നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടല്ലേ ചെയ്യുന്നത്, അല്ലെ? ചിലപ്പോൾ സാലറിയിൽ ഒരു ഇൻക്രിമെന്റ് ആയിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, ഇൻസെന്റീവുകൾ ആയിരിക്കാം, പ്രൊമോഷൻസ് ആയിരിക്കാം, അല്ലെ? അപ്പോ അത്തരത്തില് ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പോയിന്റ് റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ. കേട്ടോ? അപ്പൊ ഇവിടെ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്, അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, ചോദിക്കാറുണ്ട്. ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ഇസ് ദ റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ. കൃത്യമായിട്ടുള്ള റിവാർഡുകളും അംഗീകാരങ്ങളും ആർക്ക് കൊടുക്കുക? എങ്ങനെയുള്ള പെർഫോം ചെയ്ത ആൾക്കാർക്ക് കൊടുക്കണ്ടേ? എങ്ങനെ പെർഫോം ചെയ്ത ആളുകൾക്ക് കൊടുക്കണ്ടേ? പുവർ പെർഫോമൻസ് കാഴ്ചവെച്ചവർക്കാണോ? ആണോ? പെർഫോമൻസ് കാഴ്ചവെക്കാത്തവർക്കാണോ ചെയ്യേണ്ടത്? അല്ല, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആളുകൾക്ക്, ശരിയല്ലേ? ഇപ്പൊ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകൾക്ക് നല്ല റിവാർഡുകളും റെക്കഗ്നിഷൻസ് അല്ലെങ്കിൽ അംഗീകാരങ്ങളും കൊടുക്കുക എന്നതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു വർഷത്തെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തിയല്ലോ അവരുടെ. അപ്പൊ അതിൽ നന്നായിട്ട് ആ വർഷം പെർഫോം ചെയ്തിട്ടുണ്ടോ അവർക്ക് നല്ല റിവാർഡുകളും അംഗീകാരങ്ങളും കൊടുക്കുക. മനസ്സിലായല്ലോ? Then this step is absolutely key. Employees will stay unmotivated if they are not given a reason to be. എന്താ ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശരിയല്ലേ? അപ്പൊ ഇത്തരം സ്റ്റെപ്പിലൂടെ ഇപ്പൊ നമ്മള് നന്നായിട്ട് അവർ പെർഫോം ചെയ്താൽ പോലും ഒരു റിവാർഡോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻസോ ഒരു റെക്കഗ്നീഷൻ അംഗീകാരങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അവരെപ്പോഴും എന്ത് രീതിയിൽ തന്നെ തുടരും? അൺമോട്ടിവേറ്റഡ് ആയിട്ട് തുടരും, ശരിയല്ലേ? അപ്പൊ ഏതൊരു എംപ്ലോയീസിനെയും മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരെ പ്രചോദിപ്പിക്കണമെങ്കിൽ, നല്ല നല്ല പ്രചോദനങ്ങൾ കൊടുക്കണമെങ്കിൽ അവർ എന്ത് കൊടുക്കണം? റിവാർഡും റെക്കഗ്നിഷൻസും കൊടുക്കണം. അപ്പോഴല്ലേ അവർ അടുത്ത പ്രാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുള്ളൂ, അല്ലെ? അതിപ്പോ ദിസ് ഡസ് നോട്ട് നെസസറിലി ഹാവ് ടു ബി മോണിറ്ററി. അത് പണപരമായിട്ടുള്ള കാര്യങ്ങളാവണമെന്നില്ല, ശരിയല്ലേ? പണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം അതില്, എന്ന് വെച്ചാൽ അത് തന്നെ ആവണമെന്നില്ല, അല്ലെ? പണപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലൂടെയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ലേ? സാലറിയിൽ വർധനവ് ഉണ്ടാക്കിയാൽ നമുക്കൊരു സന്തോഷം തോന്നൂലേ? തോന്നോ? അടുത്ത പ്രാവശ്യം നന്നായിട്ട് ഒന്നുകൂടി പെർഫോം ചെയ്യാൻ തോന്നൂലേ? അതുപോലെ മോണിറ്ററി വാല്യൂ ഉണ്ട്, പക്ഷേ although it likely will include monetary compensation മാത്രമല്ല, അല്ലാതെ മറ്റു റിവാർഡുകളും നമുക്ക് കൊടുക്കാലോ, അല്ലെ? ഗിവ് ആ ന്യൂ പ്രൊജക്ടുകൾ കൊടുക്കാം, പുതിയ പ്രൊജക്ട്, അതായത് പുതിയ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ നമുക്ക് പുതിയതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ തരാണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ട്രെയിനി ആയിരുന്നു, അത് കഴിഞ്ഞ് നമ്മളെ പ്രൊമോട്ട് ചെയ്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ നമ്മളിലേക്ക് തരുമ്പോ നമ്മൾ മോട്ടിവേറ്റഡ് ആവൂലേ അതിലൂടെ? കാരണം എന്താ? ഞാൻ അത് നന്നായിട്ട് പെർഫോം ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് തരുന്നത് എന്നൊരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവില്ലേ? അതുപോലെ പുതിയ പ്രൊജക്ടുകളുടെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഇവർക്ക് കൊടുക്കാം. കമ്പനിയിൽ നിന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു അംഗീകാരങ്ങൾ കൊടുക്കാം, അല്ലെ? അവാർഡുകളൊക്കെ പോലെ ആ ഒരു വർഷത്തെ ആനുവൽ മീറ്റിംഗിലോ ഇവരെ എന്ത് ചെയ്യാം? അനുമോദിക്കാം, അല്ലെ? എല്ലാവരുടെയും മുൻപിൽ വലിയ രീതിയിലുള്ള ഒരു അംഗീകാരങ്ങൾ കൊടുക്കാലോ. അതൊക്കെ ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ നൽകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ടൈം ഓഫ് ചെയ്യാം, അതായത് അവർക്ക് ലീവുകൾ കൊടുക്കാം. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ കുറെ ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടാവും, അപ്പൊ ഇത്ര ദിവസം പെയ്ഡ് ലീവുകൾ കൊടുക്കാലോ. ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൊജക്ടുകളോ കാര്യങ്ങളോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നേതൃത്വത്തിനുള്ളൊരു അവസരം കൊടുക്കാം. അപ്പൊ ഇതൊക്കെ പണപരമല്ലാത്ത ബെനിഫിറ്റുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും പണപരമായിട്ടുള്ള ബെനിഫിറ്റുകളും പോലെയുള്ള റിവാർഡും റെക്കഗ്നിഷൻസും ആർക്ക് കൊടുക്കുക? നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് അവരെ മാത്രമല്ലല്ലോ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത്, ആണോ? അവരെ മാത്രമാണ് അതിലൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക നമുക്ക്? അല്ല,
അല്ലെ? പുവർ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആളുകളും ഉണ്ടാവാമല്ലോ. എല്ലാവരും ഒരേ ലെവലിലൊന്നും പെർഫോം ചെയ്യണമെന്നില്ല അല്ലെ? അപ്പൊ അവർക്കും കൂടി ഇതൊരു മോട്ടിവേഷൻ ആണ്. എന്തുകൊണ്ടാണ്? ഇവര് നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി അല്ലെ? കിട്ടി അല്ലെ? ഇങ്ങനെയുള്ള റിവാർഡ്സ് ഒക്കെ കിട്ടി. അപ്പൊ അടുത്ത നെക്സ്റ്റ് ഇയറിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്താൽ ഈ ഒരു സ്ഥാനം എനിക്കും കിട്ടും അല്ലെ? ആ ഒരു ചിന്ത ഇവരിലേക്ക് വരില്ലേ? വരും അല്ലെ? അപ്പൊ അത്തരത്തില് നമുക്ക് മറ്റുള്ള എംപ്ലോയീസിനെ കൂടി മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ വഴി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. സെക്കൻഡ് വൺ ആണ് സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ. ഇനി നമ്മള് ഒരു വർഷത്തെ പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ പൂർത്തിയായി അല്ലെ? ഇനി നെക്സ്റ്റ് ഇയറിലേക്കുള്ള പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. The end of the performance management cycle offers management and employees a final chance to offer feedback on the process as a whole and seek thoughts and feedback for the planning stage for the upcoming year cycle. അപ്പൊ ഇവിടെയും നമ്മൾ ഇതേപോലെ തന്നെ ഫീഡ്ബാക്ക് എടുക്കുകയാണ്. അതായത് അടുത്ത വർഷത്തേക്ക് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന് മുൻപായിട്ട് ലാസ്റ്റ് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളിന്റെ എൻഡിലായിട്ട് നമ്മൾ ആ മാനേജ്മെന്റിനും അതുപോലെ തന്നെ എംപ്ലോയീസിനും രണ്ടു കൂട്ടർക്കും ഒരു ഓഫർ കൊടുക്കാണ്. അതായത് ഒരു ഫൈനൽ ചാൻസ്, ലാസ്റ്റ് ഒരു ചാൻസ് കൊടുക്കാണ്. ഈ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഒരു മൊത്തത്തിലുള്ള എന്ത് ഫീഡ്ബാക്കുകളും ഇവർക്ക് പറയാം. അവരുടെ ചിന്തകൾ പറയാം, ഫീഡ്ബാക്കുകൾ പറയാം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അത് ആ പ്ലാനിങ് സ്റ്റേജിലേക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ആ പ്ലാനിങ് സ്റ്റേജിൽ നമുക്ക് ഈ ഒരു ഫീഡ്ബാക്കുകളിൽ നിന്നും ആ തോട്ടുകളിൽ നിന്നും ശരിയായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളിന് മുൻപായിട്ട് മാനേജ്മെന്റിനും എംപ്ലോയീസിനും ഒരു ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെയുണ്ടായിരുന്നു, അവരുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്കുകളും ഒക്കെ കൊടുക്കാനുള്ള ഒരു ഫൈനൽ ചാൻസ് കൊടുക്കുന്നതാണ് സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ടെണ്ണം ഒന്ന് വായിച്ചിട്ട് ആക്ഷൻ എന്ന് പറയുന്ന ഒന്ന് വായിച്ചു നോക്കി വേഗം. ഇതോടുകൂടി നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളിന്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. വായിച്ചിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണേ. ലാസ്റ്റ് പോയിന്റോ? സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ നെക്സ്റ്റ് ഇയർ പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറഞ്ഞാല് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളിന്റെ എൻഡ് ആയില്ലേപ്പോ നമ്മൾ അവർക്ക് പെർഫോമൻസ് നോക്കി അതിനനുസരിച്ച് റിവാർഡും റെക്കഗ്നിഷൻസും ഒക്കെ കൊടുത്തു അല്ലെ? അപ്പൊ ഇനി നമ്മുടെ പ്രോസസ് എന്താ? അടുത്ത വർഷത്തേക്കുള്ള പ്ലാനിങ് സ്റ്റേജുകളും കാര്യങ്ങളും സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് മുൻപായിട്ട് മാനേജ്മെന്റിനും എംപ്ലോയീസിനും ഒരു ഫൈനൽ ചാൻസ് കൂടി കൊടുക്കുകയാണ്. ആ ഓവറോൾ പ്രോസസ് എങ്ങനെയുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ചിന്തകൾ എന്തെങ്കിലും തോട്ട്സ് എന്തെങ്കിലും ഇവരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഫൈനൽ ചാൻസ് ആണ്. അപ്പൊ ആ ചാൻസിലൂടെ അവർക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളും ഫീഡ്ബാക്കുകളും ഒക്കെ പറയാം. അപ്പൊ അതിനനുസൃതമായിട്ട് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ആ ഒരു പ്ലാനിങ് സ്റ്റേജും കാര്യങ്ങളും ഇവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് മുൻപ് ഇവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഒരു ഫൈനൽ സ്റ്റെപ്പ് ആണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആയോ സൗമ്യ? വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? ക്ലിയർ അല്ലേ ഇത്? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ?
ഓക്കെ, ശരി. അപ്പൊ നമ്മള് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു കമ്പാരിസൺ ആണ് പഠിക്കാൻ പോകുന്നത്. പെർഫോമൻസ് മാനേജ്മെന്റ് വേഴ്സസ് പെർഫോമൻസ് അപ്രൈസൽ. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റ് വേഴ്സസ് പെർഫോമൻസ് അപ്രൈസൽ. ഒരു പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയേ. ബേസിസ് ഫോർ കമ്പാരിസൺ കാണാൻ പറ്റും. രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്താൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ ആണ് കൊടുത്തിരിക്കുന്നത്, നെക്സ്റ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു അല്ലെ? ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയെ അടിസ്ഥാനമാക്കിയാണോ അതോ ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മൊത്തത്തിലുള്ള എംപ്ലോയീസിനെ അടിസ്ഥാനമാക്കിയാണോ നമ്മൾ കൊടുക്കുന്നത്? ആ ഒരു ഡിഫറൻസ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഓരോ എംപ്ലോയീസിന്റെയും പ്രകടനം നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന ഒരു വർഷത്തെ പ്രകടനം എത്രത്തോളം എന്ന് വിലയിരുത്തുന്നതല്ലേ? അല്ലെ? ആണോ? ആണ് അല്ലെ? അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ അടിസ്ഥാനമാക്കിയാണോ അത് പ്രവർത്തിക്കുന്നത്? ആണോ? ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചാണോ? അല്ല, ആ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ? മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന പ്രോസസ് അല്ലേ? മൊത്തത്തിൽ എല്ലാവരും ചെയ്യേണ്ട കോഴ്സ് സെറ്റ് ചെയ്യുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കോച്ചിങ്ങും കൊടുക്കുന്നു, കൃത്യമായ ഫീഡ്ബാക്ക് കൊടുക്കുന്നു, കൃത്യമായ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നു അല്ലെ? ഒരു മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ആണോ? ആ ഡിഫറൻസുകൾ ഒന്ന് മനസ്സിലാക്കി പഠിക്കണേ. നോക്കിയേ, ബേസിസ് ഫോർ കമ്പാരിസൺ എന്താണ്? ഫസ്റ്റ് മീനിങ് ആണ് പറയുന്നത് കേട്ടോ. എന്താണ് ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്നാണ് ആദ്യം പറയുന്നത്. നോക്കിയേ, പെർഫോമൻസ് അപ്രൈസൽ മീൻസ് ദ അനാലിസിസ് ഓഫ്, ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. പെർഫോമൻസ് അപ്രൈസൽ ഡാഷ് മീൻസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. പെർഫോമൻസ് അപ്രൈസൽ മീൻസ് ദ അനാലിസിസ് ഓഫ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ് and their caliber for future growth and development. എന്താണ് ഒരു പെർഫോമൻസ് അപ്രൈസൽ? അപ്പോ എന്താണ്? അനാലിസിസ് ഓഫ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ് അല്ലെ? ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ പ്രകടന നിലവാരം അല്ലെങ്കിൽ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്നു. അതുപോലെ തന്നെ ആൻഡ് ദെയർ കാലിബർ ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഭാവിയിലേക്കുള്ള അവരുടെ വളർച്ചയുടെയും ആ ഒരു ഗ്രോത്ത്, വളർച്ചയുടെയും വികസനത്തിന്റെയും ആ ഒരു കാലിബർ അല്ലെങ്കിൽ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? Then performance management എന്ന് പറഞ്ഞാൽ എന്താ? Performance management is the management of human resources in an organization. ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുകളുടെ മാനേജ്മെന്റിനെയാണ്, മൊത്തത്തിലുള്ള മാനേജ്മെന്റിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ മാറിപ്പോവില്ല. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു, അവരുടെ ഭാവിയിലേക്കുള്ള അവരുടെ വളർച്ചയും വികസനത്തിനും അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ട് മുതലായവ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഓർഗനൈസേഷനിലെ മൊത്തത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സുകളുടെ ആ ഒരു മാനേജ്മെന്റ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മീനിങ്? ഒന്നാമത്തെ മീനിങ് തമ്മിലുള്ള കമ്പാരിസൺ മനസ്സിലായോ? അതൊന്ന് വ്യക്തമായിട്ട് പഠിച്ചു പോണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോ. നെക്സ്റ്റ്, വാട്ട് ഈസ്, എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇതൊരു സിസ്റ്റമാണ്. ഇതൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചിട്ടയായ രീതിയിൽ നമ്മൾ ആ എംപ്ലോയീസിന്റെ, നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഓരോരോ മീറ്റിങ്ങുകളിലും അവർക്ക് എന്തൊക്കെ പ്രോഗ്രസ് ആണ് ഉണ്ടായിട്ടുള്ളത് അത് അടുത്ത മീറ്റിംഗിൽ വരും. ആ ചെക്കിങ്സ് വഴി അല്ലെങ്കിൽ ആ ഓരോ മീറ്റിംഗിലും അവർക്കുണ്ടാവുന്ന പുരോഗതികളും ട്രെയിനിങ്ങും ഒക്കെ വളരെ ചിട്ടയായ രീതിയിൽ നമ്മൾ വിശകലനം ചെയ്താണ് ഈ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത് അല്ലെ? പറഞ്ഞില്ല, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമല്ലേ ഇത്. ഇനി പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ്. ഇതൊരു പ്രക്രിയയാണ് അല്ലെ? തുടർച്ചയായിട്ട് നമ്മൾ പറഞ്ഞു ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചോ? പ്ലാനിങ് ഉണ്ട്, അതുപോലെ തന്നെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ട്, ആക്ഷൻ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയിലൂടെയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് കടന്നു പോകുന്നത്. എന്നാൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഒരു ചിട്ടയായ രീതിയിൽ, ഒരു സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ, ഒരു ചിട്ടയായ രീതിയിൽ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് എത്രത്തോളം, ഒരു വർഷത്തെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് മാത്രം നമ്മൾ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നേച്ചർ. നേച്ചർ എന്താ പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് റിജിഡ് ആണ്. റിജിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
കുറച്ച് ഫ്ലെക്സിബിൾ അല്ല, കുറച്ച് കർക്കശമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കർശനമായിട്ടുള്ള രീതിയാണ് ഒരു പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൃദുവായിട്ടുള്ള ഒരു സമീപനമാണ്. ശരിയല്ലേ? പെർഫോമൻസ് മാനേജ്മെന്റ് എപ്പോഴും ഒരു മൃദുവായ സമീപനമല്ലേ കാഴ്ചവെക്കുന്നത്? നമ്മൾ പഠിച്ചല്ലോ, കൊളാബറേറ്റീവ് ആണ് അല്ലെ, സഹകരണത്തോടു കൂടി അവിടെ മാനേജ്മെന്റ് എംപ്ലോയീസും രണ്ട് കൂട്ടർക്കും ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളും നൽകുന്നില്ലേ? അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി സോഫ്റ്റ് ആണ് അല്ലെ, കുറച്ചുകൂടി മൃദുവായ ഒരു സമീപനമാണ്. അതേസമയം പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ അത്ര സോഫ്റ്റ് അല്ല. അവിടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് എത്രത്തോളം കർശനമായിട്ട് തന്നെ നമ്മൾ ഇത് വിലയിരുത്തും. അതിനനുസരിച്ച് നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് നടത്താനേ പറ്റുള്ളൂ. അപ്പൊ അത് വ്യക്തമായിട്ട് ഒരു വർഷത്തെ അവരുടെ പെർഫോമൻസ് എന്താണെന്ന് കർക്കശമായി തന്നെ നമ്മൾ വിലയിരുത്തുകയാണ് ചെയ്യുക. ടൈപ്പ് ഓഫ് ടൂൾ, ഒന്നാമത്തത് പെർഫോമൻസ് അപ്രൈസൽ, അത് ഓപ്പറേഷണൽ ടൂൾ ആണ്. പെർഫോമൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സ്ട്രാറ്റജിക് ടൂൾ ആണ്. അതായത് ഓപ്പറേഷണൽ ടൂൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനപരമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, നമ്മൾ എംപ്ലോയീസിന്റെ പെർഫോമൻസ് അപ്രൈസൽ എടുക്കുമ്പോൾ അവരുടെ പ്രോസസ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്, കൃത്യമായ കൺട്രോൾ വരുത്തുന്നുണ്ട്. എന്താണ് ഡേ ടു ഡേ ആയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ വിലയിരുത്തുന്നത്. അതിലൂടെയല്ലേ ആ ഒരു വർഷത്തെ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ലെ? അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡേ ടു ഡേ ഉള്ള എല്ലാ പെർഫോമൻസും വിലയിരുത്തിക്കൊണ്ടല്ലേ ആ ഒരു വർഷത്തെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ആണോ? അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പറേഷണൽ ടൂൾ ആണെന്ന് പറയുന്നത്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രാറ്റജിക് ടൂൾ. എന്തായിരിക്കും അപ്പൊ ഉദ്ദേശിക്കുക? അതായത് ഇതൊരു സ്ട്രാറ്റജിക് തന്ത്രപരമായിട്ടുള്ള ഒരു ടൂൾ ആണ്. അതായത് ഇവിടെ നമ്മൾ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് കൊണ്ട് പെർഫോമൻസിന്റെ പ്രകടനം മാത്രമല്ല അവിടെ വിലയിരുത്തുന്നത്. എന്താണ്, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സും ഗോൾസും അച്ചീവ് ചെയ്തോ, നേടിയെടുത്തോ, അതിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അതിനുവേണ്ടി തന്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും ആവിഷ്കരിച്ച് ഒരു പ്രക്രിയയിലൂടെ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അച്ചീവ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റിലൂടെ സ്ട്രാറ്റജിക് ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഓൺ ബൈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. എന്താ, ഒരു പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത് ആരാണ്? ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് അപ്രൈസൽ വിലയിരുത്തുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്നാൽ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് വിലയിരുത്തുന്നത് ആരാണ്? അതിന്റെ ഓൺ ബൈ ആരാണ്? ഉടമസ്ഥാവകാശം ആർക്കുള്ളത്? മാനേജർക്കാണ്. ഈ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണോട്ടെ, ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? എപ്പോഴാണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത്? എപ്പോഴാണ്? നമ്മൾ പഠിച്ചില്ലേ, വർഷത്തിലൊരിക്കൽ അല്ലെ, ആനുവലി ആണ് കണ്ടക്ട് ചെയ്യുന്നത്. പഠിച്ചോ? ഇതൊക്കെ അവിടെ പഠിച്ചതൊക്കെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യണോട്ടാ. ആനുവലി ആണ് കണ്ടക്ട് ചെയ്യുന്നത്, പഠിച്ചോ? പക്ഷേ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആനുവലി ആണ്, അത് കണ്ടിന്യൂസ്ലി ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും നമ്മൾ ഫീഡ്ബാക്കുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നില്ലേ? ആ 4 പ്രോസസ്സ് പഠിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞു നോക്കിയില്ലേ? മനസ്സിലായില്ലേ? അവരുടെ ഫീഡ്ബാക്കുകൾ എപ്പോഴും എടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊരു കണ്ടിന്യൂസ്ലി ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതൊരു അപ്രോച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സമീപനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വലിസ്റ്റിക്. ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് നമ്മൾ പറയാം. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് അങ്ങനെയാണോ? ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആണോ? ഒരു വ്യക്തിയെ മാത്രമേ കേന്ദ്രീകരിച്ചാണോ? അല്ല, മൊത്തത്തിൽ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഹോളിസ്റ്റിക് ആണ്. എന്താണ്? ഹോൾ ആയിട്ട് മൊത്തത്തില് എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്ന പ്രോസസ് ആണ്. ഫോക്കസ്ഡ് ഓൺ എന്തിനെ കേന്ദ്രീകരിച്ചാണ് നോക്കിയേ? പെർഫോമൻസ് അപ്രൈസൽ എപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റുകളാണ്. ആ എംപ്ലോയിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള വളരെ വ്യക്തപരമായിട്ടുള്ള അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ആസ്പെക്റ്റുകളെയാണ് നമ്മൾ കേന്ദ്രീകരിക്കുക. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകളെ അടിസ്ഥാനമാക്കിയാണ്. ആ ഓവറോൾ ആയിട്ടുള്ള അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തത്തിൽ ആ ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ വശങ്ങൾ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കറക്ഷൻസ് റിട്രോസ്പെക്റ്റീവ് ആണ്. എന്തായിരിക്കും? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ് ആണ്, എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്റ്റീവ് ആണ്. എന്തായിരിക്കും അതിന്റെ വ്യത്യാസം? പെർഫോമൻസ് അപ്രൈസൽ എപ്പോഴും എങ്ങനെയാ? എന്തൊക്കെ കാര്യങ്ങൾ മാത്രമേ വിലയിരുത്താൻ നമുക്ക് പറ്റുള്ളൂ? പോസ്റ്റ് ഇവന്റ് അല്ലെ? ഡീലിംഗ് വിത്ത് പോസ്റ്റ് ഇവന്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചാണ്. ശരിയല്ലേ?
ആ ഒരു വർഷത്തെ കഴിഞ്ഞു പോയ അവരുടെ പെർഫോമൻസ് അല്ലേ നമ്മൾ വിലയിരുത്തുന്നേ അല്ലേ? വരാനിരിക്കുന്നതല്ലെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലോ, കഴിഞ്ഞു പോയ പെർഫോമൻസ് നമ്മൾ മാനേജ് ചെയ്യുന്നത് അല്ലെ? അതാണ് റിട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നു? കഴിഞ്ഞു പോയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇനി പ്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലെ? നമ്മൾ ഫീഡ്ബാക്കിൽ എടുക്കുന്നത് എന്തിനാ? ഇനി വരാൻ പോകുന്നതിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, ശരിയല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകളും കാര്യങ്ങളും കൊടുത്ത് വരാനിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിലയിരുത്തി അത് മെച്ചപ്പെടുത്താനുള്ള വഴികളാണ് എപ്പോഴും പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ മുൻകൈ എടുത്ത് ചെയ്യുന്നത്. അതേസമയം ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ ഇവന്റ്സിനെ നമ്മൾ വിലയിരുത്തുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുക. ഇത്രയും ക്ലിയർ ആണോ? എന്താ ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കുന്നേ? മനസ്സിലായില്ലേ? ഒന്ന് വേഗം വായിച്ചു നോക്കിയ ഒരു കമ്പാരിസൺ. അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഭാഗം പറയുന്നുണ്ട്. അത് ഈ ബോക്സിൽ പറയുന്നത് തന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. ബോക്സ് മനസ്സിലായാൽ മാത്രമേ അത് വായിച്ചിട്ട് കാര്യമുള്ളൂ. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ആ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓൺ ബൈ എന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ ചോദിക്കാനുള്ളതാണ് കേട്ടോ. അതുപോലെ ഇതിന്റെ മീനിങ് എപ്പോഴും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മീനിങ് എന്താന്നുള്ളത് അത് രണ്ടും തമ്മിൽ വ്യത്യാസമായിട്ട് ചോദിക്കാറുണ്ട്. പെർഫോമൻസ് അപ്രൈസലിന്റെ ആണോ അതോ പെർഫോമൻസ് മാനേജ്മെന്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വെച്ച് കഴിഞ്ഞോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ ശരി. അപ്പോ നെക്സ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സമയമില്ല. ഒരു 8 പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ തന്നെ പോയിന്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അത് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഇവിടെ വരെയും അതായത് ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസറിന്റെയും ആ ഒരു കമ്പാരിസൺസ് ഒന്നുകൂടി വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ആ ബാക്കി മേജർ ഡിഫറൻസുകൾ ബാക്കി ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത് കഴിയാം. പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരണേ. ഓക്കെ, താങ്ക് യു.